തലയുടെ വിളയാട്ടം ആറാട്ട് സിനിമ കണ്ടു കഴിഞ്ഞു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൽ തന്നെ ഈ സിനിമയെ നമുക്ക് സെക്കൻഡ് ഹാഫിന് മുമ്പെന്നും ഫസ്റ്റ് ഹാഫിന് ശേഷമെന്നും വേണമെങ്കിൽ ഒന്ന് തരംതിരിക്കാം. ഫസ്റ്റ് ഹാഫിന് മുമ്പത്തെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത്, ട്രെയിലറിൽ നിന്നും ലാലേട്ടൻ്റെ ആ ഒരു ലുക്കിൽ നിന്നെല്ലാം എന്താണോ പ്രതീക്ഷിച്ചത് അത് ഫസ്റ്റ് ഹാഫ് തരുന്നുണ്ട്. ഒരു ലാലേട്ടൻ ആരാധകനാണെങ്കിൽ ഒരു മാഷപ്പ് പോലെ കണ്ടിരിക്കാവുന്ന നമ്മൾ പണ്ട് കണ്ട് കൈയടിച്ച കുറേ സിനിമകളുടെ ആ ഒരു അതിൻ്റെ റെഫറൻസും അതുപോലെ തന്നെ അതിലെ ഡയലോഗുകളും ബീജിയമും എല്ലാം കൊണ്ട് ഫസ്റ്റ് ഹാഫ് വളരെ കിടിലൻ മാസ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ സിനിമ ഡയറക്ടർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്ഭുതപ്പെട്ട് ഇത് എന്ത് തേങ്ങയാണ് എന്ന് വരെ ആലോചിച്ച് പോകുന്ന തരത്തിലൊരു ട്വിസ്റ്റാണ് നമ്മുടെ സെക്കൻഡ് ഹാഫിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആറാട്ട് എന്ന സിനിമയിലെ കഥയിലേക്ക് വരികയാണെങ്കിൽ മുതലക്കോട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു പാടം, നെൽപ്പാടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇടപെടാൻ വരുന്ന നെയ്യാറ്റിങ്കര ഗോപൻ എന്ന ഒരു ഫ്യൂഡൽ തെമ്മാടി കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. പിന്നെ ആ ലാലേട്ടൻ്റെ കഥാപാത്രവും ഇവരെ ഗ്രാമത്തിലെ കുറച്ച് പേരുമായിട്ട് നടക്കുന്ന സംഭവങ്ങളും അതിൻ്റെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് കുറച്ച് പേരെ പെർഫോമൻസ് ആണ്. അതിൽ ഒന്ന് ലാലേട്ടൻ്റെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ കണ്ട ഒരു കിടിലൻ പെർഫോമൻസ് എന്ന് പറയാം. അതിൽ നെയ്യാറ്റിങ്കര ഗോപൻ എന്ന ആ ഒരു കഥാപാത്രമായിട്ട് ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ മാനറിസവും കോമഡി ആയാലും അതുപോലെ തന്നെ കുറേ ആ ഒരു തിരുവനന്തപുരം സ്ലാങ്ങൊക്കെ സംസാരിക്കുന്ന സംഭവമൊക്കെ വളരെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഫൈറ്റ് സീൻസിൻ്റെ എനർജി, ലാലേട്ടൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ലൂസിഫറിന് ശേഷം ഒരു ചിലയിടത്തൊക്കെ ലൂസിഫറിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഫൈറ്റ് സീനും മാസ് സീനൊക്കെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ഒരുപടി മുന്നിൽ നിന്നത് സിദ്ദീഖ് തന്നെയാണ്. സിദ്ദീഖിൻ്റെ ആ ഒരു കഥാപാത്രം ഒരുപാടെടുത്ത് നമ്മളെ അടിപൊളിയായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോണി ആൻ്റണിയുടെ ഒരു കഥാപാത്രം, അതും ഒരുപാട് സ്ഥലത്ത് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ജോണി ആൻ്റണി ആറാട്ട് എന്ന ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നീട് സിനിമയിൽ ലാലേട്ടനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് വിജയരാഘവൻ്റെ ഒരു നെഗറ്റീവ് കഥാപാത്രം. എല്ലാ സിനിമയിലെയും പോലെ മികച്ച രീതിയിൽ ആ ഒരു നെഗറ്റീവ് റോൾ ഇഷ്ടപ്പെട്ട സിനിമയിലെ ബീജിയം ആൻഡ് സോങ്സ് ആണ്. ആ നമ്മൾ കേട്ട തലയുടെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു ബീജം അത് ഇൻട്രോയിലും ഫൈറ്റ് സീനിലും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫെജോയുടെ ഒരു റാപ്പ് സോങ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത് വേറെ ലെവലായിരുന്നു. അതിൽ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ്, ആ മാസ് സീൻസൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഒരു ലാലേട്ടൻ ഫാനിന് അർമാദിക്കാനുള്ള എല്ലാ സംഭവവും ഫസ്റ്റ് ഹാഫിൽ ഒരുക്കി വെച്ചു. ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു വലിയൊരു പ്രതീക്ഷയിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് ഹാഫ് സിനിമ നടക്കുന്ന ഒരു സംഭവത്തിൽ നിന്നും വേറെ ഒരുപാട് ദൂരം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ലോജിക്കൊന്നും ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കുന്നില്ല. എന്നാലും നമ്മൾ ചിന്തിച്ചു പോകും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നത്. അതിൽ ലാലേട്ടൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫിലൊരു ക്യാരക്ടറുണ്ട്, അത് പറഞ്ഞാലും ഞാൻ സ്പോയിലറായി പോവും. അത് തന്നെ നമുക്ക് ഒരു കൺവിൻസിങ് അല്ലാത്ത രീതിയിലാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ക്ലൈമാക്സിൽ എ ആർ റഹ്മാൻ വരുന്നൊരു പോർഷനുണ്ട്. അതൊക്കെ വളരെ ഇവർ സീരിയസ് ആയിട്ട് ചെയ്തതാണെങ്കിലും ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്ന് പറയുന്നത് ഒരു കുറച്ച് ചെറിയൊരു സംഭവത്തിൽ ഇവർ എന്തൊക്കെയോ ഈ സിനിമ അധോലോകമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വലിയൊരു സംഭവമാക്കാൻ ശ്രമിച്ചതാണ് സെക്കൻഡ് ഹാഫ്. അത് മൊത്തത്തിൽ പരാജയപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല രംഗങ്ങളും നമ്മൾ ചിരിച്ചു പോവും, അങ്ങനത്തെ രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ലോജിക്കൊന്നും നോക്കാതെ ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന നിലയിൽ ഇതിൽ സമീപിച്ചാൽ, ഒരു മോഹൻലാൽ ഫാൻ കൂടിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ശരിക്കും ഒരു ആറാട്ട് തന്നെയായിരിക്കും ഈ ഒരു സിനിമ. ഒരുപാട് സ്ഥലത്ത് കൈയടിക്കാനുണ്ട്, ചിരിക്കാനുണ്ട്, നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഈ ഒരു സിനിമ സമ്മാനിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.